2024 കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളോട് അനീതി എന്ന് പരാതി. ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷയുടെ മാർക്ക് ഏകീകരിച്ചതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്തെത്തി. വിവിധ ബോർഡുകളുടെ മാർക്ക് ഏകീകരണം എന്ന പേരിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ 27 മാർക്ക് വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് പരാതി. സംസ്ഥാന സിലബസിൽ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങൾക്ക് മുഴുവൻ മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന പരമാവധി കീം വെയിറ്റേജ് 300 ആണ്. എന്നാൽ ഈ മാർക്കിൽ 27 മാർക്ക് വെട്ടിക്കുറച്ച് 273 മാർക്കാണ് റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ കിട്ടുക. അതേസമയം CBSE പഠിച്ച കുട്ടിക്ക് 8 മാർക്ക് അധികവും കൊടുത്തിരിക്കുന്നു. കീം പരീക്ഷയുടെ 50% മാർക്കും +2 ബോർഡ് പരീക്ഷയുടെ 50% മാർക്കും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാന മാർക്ക്. പക്ഷേ വിവിധ ബോർഡുകളായ ഹയർ സെക്കൻഡറി, CBSE, ICSE എന്നിവ നടത്തുന്ന പരീക്ഷകൾക്ക് വ്യത്യസ്ത നിലവാരമാണ് എന്ന പേരിലാണ് ഏകീകരണം നടത്തുന്നത്. കീം റിസൾട്ടായിട്ട് എനിക്ക് 96% ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഫുള്ളുണ്ടായിരുന്നു. ഒരു കുറച്ചുകൂടി നല്ലൊരു മെച്ചപ്പെട്ട റാങ്ക് ലഭിക്കുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത്ര ലഭിച്ചില്ല. CBSE കുട്ടികൾക്ക് മുൻഗണന നൽകിയെന്നതാണ് അതിൻ്റെ കാരണം. അതായത് 27 മാർക്കാണ് കുറച്ചിട്ടുള്ളത്. മോശമായി പോയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന സിലബസിന് മൂല്യം കുറവാണെന്ന് ബോർഡ് തന്നെ സമ്മതിക്കുകയാണെന്ന് അധ്യാപകർ പറയുന്നു. മാത്രവുമല്ല, ഏത് മാനദണ്ഡ പ്രകാരമാണ് 27 മാർക്ക് കുറയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. വളരെ അശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചതുകൊണ്ടാണ് ഈ രീതിയിലുണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് വർദ്ധിക്കുന്നു, അവരുടെ ഓരോ സബ്ജക്റ്റിലെയും മാർക്ക് വർദ്ധിക്കുന്നത് ഇവിടുത്തെ മൂല്യശോഷണത്തിന് കാരണമായി എന്ന് ഒരു സർക്കാർ സംവിധാനം തന്നെ പറയുന്നത് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളെ അപമാനിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികളെ അപമാനിക്കുന്നതിനും തുല്യമാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ് പിൻവലിച്ച് പുതിയ ലിസ്റ്റ് ഇറക്കിയില്ലെങ്കിൽ വിവിധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം. റിപ്പോർട്ടർ